ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കമൻസൊക്കെ അറിയിക്കണം. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ ഇപ്പോൾ എന്താണ് ഇത്ര സന്തോഷം എന്ന് വെച്ചാൽ നമ്മുടെ അക്കൂസിനെ തിരിച്ചു കൊണ്ടുവന്നു കേട്ടോ. നമ്മുടെ അക്കൂസിനെ കൊടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ആ ഒരു വീഡിയോയിൽ അക്കൂസിനെ കൊടുക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നീടാണ് തീരുമാനം മാറ്റിയത് കേട്ടോ. നമ്മൾ അക്കൂസിനെ കൊണ്ട് ചേട്ടായി പോയി എടുത്തുകൊണ്ട് വന്നത് കേട്ടോ. വീട്ടിൽ ജോലിക്കൊക്കെ പോയിട്ട് വന്നിട്ട് തിരിച്ചു പോയി വണ്ടി എടുത്തുകൊണ്ട് വന്നു. വണ്ടി ശരിയാക്കി വെച്ചേക്കുവാന്ന് പറഞ്ഞു. അപ്പോൾ വലിയ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. ഹെഡ്ലൈറ്റ് മാത്രം എന്തോ ശരിയാക്കിയിട്ടേ ഉള്ളൂ. അപ്പോൾ ബാക്കി ബ്രേക്കിൻ്റെ കാര്യമൊക്കെ ശരിയാക്കാനുണ്ട്. അങ്ങനെ നമ്മുടെ വണ്ടി കൊണ്ടുവന്നു. അന്ന് ഞാൻ ഭയങ്കര വിഷമത്തിൽ ആ വീഡിയോ ചെയ്തതാട്ടോ, കൊടുക്കാൻ പോവാന്നൊക്കെ പറഞ്ഞപ്പോൾ. പിന്നെ അത് കഴിഞ്ഞ് ചേട്ടായിക്കും ഭയങ്കര വിഷമമായി. അങ്ങനെ ചേട്ടായി തീരുമാനം മാറ്റി, വണ്ടി കൊടുക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. പൈസ നമുക്ക് വേറെ എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിക്കാം എന്നുള്ള തീരുമാനത്തിലെത്തി. പൈസയുടെ ബുദ്ധിമുട്ട് കൊണ്ടായിരുന്നു ആ വണ്ടി വെറുതെ ഇവിടെ ഇരിക്കുക. അപ്പം അത് കൊടുക്കാം, നമ്മുടെ ബുദ്ധിമുട്ട് മാറുമല്ലോ എന്ന് വിചാരിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചേട്ടോ. അപ്പോൾ പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ്, ഇല്ലടി കൊടുക്കുന്നില്ല, ഞാനത് പണിക്ക് കയറ്റാൻ പോവാം, പണി ചെയ്തെല്ലാം ശരിയാക്കിയെടുക്കാം, ഇപ്പോഴത്തെ ആവശ്യത്തിന് പൈസ നമുക്ക് എങ്ങനെയെങ്കിലും ഒപ്പിക്കാം, ചേട്ടായി എങ്ങനെയെങ്കിലും ഒപ്പിച്ചോളാമെന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടി പണിക്ക് കയറ്റിയേക്കുമായിരുന്നു ഇത്രയും ദിവസം. പിന്നീട് അതൊരു വീഡിയോയിൽ പറയാനായിട്ട് ഞാൻ വിട്ടുപോയി കേട്ടോ. അങ്ങനെ നമ്മുടെ അക്കൂസിനെ തിരിച്ച് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്, ചേട്ടായി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കൊണ്ടുവന്നല്ലോ, അപ്പം രാത്രി ആയതുകൊണ്ട് ഇതായിട്ട് നല്ലതായിട്ട് കാണാൻ പറ്റത്തില്ല. ഞാൻ രാവിലെ കാണിക്കാം കേട്ടോ. അക്കൂസിനെ നാളെ രാവിലെ കാണിച്ചു തരാം. അപ്പം ചേട്ടായിക്ക് മറ്റന്നാ ഒരു മീറ്റിംഗ് ഉണ്ട് കേട്ടോ, എറണാകുളത്ത് വെച്ച്. അപ്പോൾ അതിന് കൊണ്ടുപോകാനുള്ള കുറച്ച് മരുന്ന് സാമ്പിളുകളും കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു പേസ്പോർട്ട് പെട്ടിക്കകത്താക്കി അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ അത് കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ട് ചേട്ടായി പിന്നെ എന്തോ ബുള്ളറ്റിൽ ജോലിക്ക് പോയിട്ട് കൊണ്ടുവന്നിട്ട് ഈ അക്കൂസിനെ വർക്ക്ഷോപ്പിലിരിക്കുമായിരുന്നു. അപ്പോൾ വർക്ക്ഷോപ്പിൽ നിന്ന് എടുക്കാനായിട്ട് പോയി. അങ്ങനെ പോയിട്ട് കുറേ നേരം കഴിഞ്ഞപ്പം നീലൂട്ട എന്തോ ചെയ്തെന്നറിയോ, ആ പേസ്പോർട്ടിനെ എങ്ങനെ വലിച്ചിളക്കി നമ്മളില്ല കുത്തി കീറത്തില്ലേ, തുളയിട്ട് കുത്തി കീറി എടുക്കത്തില്ലേ, അതുപോലെ എടുത്തിട്ട് ഒരു പാക്കറ്റ് സാമ്പിൾ മരുന്നുണ്ടായിരുന്നേ, ഗുളികകൾ, ക്യാപ്സൂൾ സൈസ് ഗുളികകളുണ്ടല്ലോ, അതിനെ മൊത്തം അതിലെ 3 സ്ട്രിപ്പ് ഗുളിക വലിച്ചിളക്കി നിരത്തി അവിടെ മൊത്തം നിരത്തിയിട്ട് ഞാൻ കുറേ വഴക്ക് പറഞ്ഞേ. ആ പേസ്പോർട്ട് അങ്ങനെ കൊണ്ടുവന്നത്. ഇനി കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല, അങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, വേറെ വേറെ ആക്കി കൊണ്ടുപോകാനേ പറ്റത്തുള്ളൂ. പേസ്പോർട്ട് വലിച്ച് കീറിയവൻ. അങ്ങനെ ഞാൻ കുറേ വഴക്ക് പറഞ്ഞു. അപ്പോൾ ചേട്ടായി വന്നപ്പോഴത്തേന് ചേട്ടായിക്ക് ഒരുമാതിരിയായിപ്പോയി. മീറ്റിങ്ങിന് കൊണ്ടുപോകേണ്ട സാധനം ഇവിടെ വെച്ചേക്കേണ്ട സാധനമാണെങ്കിൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല, ഇതവിടെ കൊണ്ടുപോകേണ്ട സാധനമാണ്. കുറേ വഴക്ക് പറഞ്ഞു കേട്ടോ, ചെറിയ കൊട്ടൊക്കെ കൊടുത്ത്. അങ്ങനെ ഇപ്പോൾ കുറേ നേരം കഴിഞ്ഞ് അടുത്ത് പോയി നിന്ന് ചേട്ടാ ഇത്രയും നേരം ദേഷ്യപ്പെട്ട് നിൽക്കുമായിരുന്നു അവനോട്. കട്ടിലേ കയറി കിടന്നോണോ ഇല്ലെങ്കിൽ അടി വാങ്ങിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് വിരട്ടി ഇവിടെ കിടക്കുമായിരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ റൂമിലോട്ട് ചെന്നിട്ട് അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ തട്ടുന്നു, കൈ വെച്ചിട്ട് ഇങ്ങനെ തട്ടുന്നു കേട്ടോ, ചേട്ടായി മിണ്ടാൻ വേണ്ടി, പിണങ്ങിയിരിക്കുകയല്ലേ. അങ്ങനെ എന്തായാലും അച്ഛൻ്റെ മോൻ്റെ പിണക്കമൊക്കെ മാറി. അങ്ങനെ ഒരു പിണക്കമൊക്കെ കഴിക്കും കേട്ടോ. പിണക്കമൊക്കെ മാറി. ഇപ്പം അച്ഛന് ഭയങ്കര വിഷമമായി. അങ്ങനെ അച്ഛൻ കിൻഡർ ജോയ് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്, പിണക്കം മാറിയൻ്റെ. അങ്ങനെ പോയിട്ടുണ്ട് 2 പേരും കൂടെ. എനിക്ക് ടാറ്റയൊക്കെ തന്നു, ഭയങ്കര സന്തോഷമായി കേട്ടോ ബൈക്കിൽ കയറി പോകാനായിട്ട്. പക്ഷെ ആൾ ഭയങ്കരമായിട്ട് വിഷമിച്ചു കേട്ടോ. ചേട്ടയ്യ ഞാനും ഒക്കെ പിണങ്ങി പിണങ്ങുമ്പോഴൊക്കെ ഭയങ്കര വിഷമമാണ്. സൈഡിൽ പോയി നിന്നിട്ട് എൻ്റെ അമ്മ പിണങ്ങി ഇങ്ങനെ കരയായി. അങ്ങനെ എന്തായാലും പിണക്കൊക്കെ മാറി. പിന്നെ വേറെ സന്തോഷം, നമ്മുടെ അക്കൂസിനെ തിരിച്ചു കൊണ്ടുവന്നു, പണിയൊക്കെ ചെയ്തെടുത്തു. അക്കൂസെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പൾസർ വണ്ടിയാട്ടോ, നമ്മുടെ ആദ്യത്തെ ചേട്ടയുടെ വണ്ടിയായിരുന്നു അത്. പിന്നീടാണ് നമ്മൾ ഈ ഇടയ്ക്കാണ് നമ്മുടെ ബുള്ളറ്റ് എടുത്തത്. അപ്പം ഈ വണ്ടി പോയിരിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ വേറൊരു വണ്ടി എടുക്കാമെന്ന് വിചാരിച്ച് ബുള്ളറ്റ് എടുത്തത്. അങ്ങനെ ഇതിനെ നന്നാക്കി എടുത്തു, പണിയൊക്കെ കഴിഞ്ഞ് അടിപൊളിയാക്കി കൊണ്ടുവന്നു. അപ്പോൾ നാളെ ഞാൻ ആ വണ്ടി കാണിക്കാം കേട്ടോ.
അങ്ങനെ പിണക്കവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഇതാ കിൻഡർ ജോയ് ഒക്കെ വാങ്ങിച്ച് കൊടുത്തിട്ട് രണ്ടുപേരും വന്നിട്ടുണ്ട് കേട്ടോ. അതാ കിൻഡർ ജോയ് ഒക്കെ കയ്യിലുണ്ട്. ഇച്ചിരി ഇരുട്ട നമ്മുടെ സിറ്റൗട്ടിലെ ബൾബ് എന്താ കേടായി പോയിട്ടത് വാങ്ങിച്ചുകൊണ്ട് ബൾബും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ വഴക്കൊക്കെ കേട്ടിട്ട് നീലൂട്ടന് കിൻഡർ ജോയ് വാങ്ങിച്ചു കൊടുത്തിട്ട് വന്നിട്ടുണ്ട്. എനിക്കൊരു ഡയറി മിൽക്കും വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. ഞാൻ പറഞ്ഞിട്ടായിരുന്നു നീലൂട്ടന് കിൻഡർ ജോയ് വാങ്ങിച്ചാൽ എനിക്ക് ഡയറി മിൽക്ക് വേണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇതാ കിൻഡർ ജോയ് ഒക്കെ വാങ്ങിച്ച് സന്തോഷമൊക്കെ ആയിട്ട് വന്നിരിക്കും കേട്ടോ. സങ്കടമൊക്കെ മാറി സന്തോഷമൊക്കെ ആയി. അപ്പോഴത്തേന് പറഞ്ഞു അനമ്മ പൊട്ടിച്ച് താ എന്ന് പറയും കേട്ടോ കിൻഡർ ജോയ്. കിൻഡർ ജോയ് എന്ന് വെച്ചാൽ എൻ്റെ നീലൂട്ടന് ജീവനാണ്, ഭയങ്കര ഇഷ്ടമാണ് അവന്. അപ്പോൾ നമ്മുടെ വണ്ടി തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. കൊടുക്കാനൊക്കെ തീരുമാനിച്ചേട്ടോ. അപ്പോൾ കൊടുക്കാനൊക്കെ തീരുമാനിച്ചായിരുന്നു. അങ്ങനെ പിന്നീട് തീരുമാനിച്ചു കൊടുക്കുന്നില്ല എന്ന്. അങ്ങനെ ഇന്നലെ വണ്ടിയൊക്കെ ശരിയാക്കി കൊണ്ടുവന്നു. ഇതൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാനതുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുക്കാഞ്ഞത് അതുകൊണ്ടാണ്. ബ്രേക്കിൻ്റെ എന്തൊക്കെയോ പ്രശ്നം, ഹെഡ്ലൈറ്റ് മാത്രമേ നന്നാക്കിയുള്ളെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ നമ്മൾ ഇപ്പം ഈ ഒരു കാര്യം പറയാനായിട്ട് വന്നു കേട്ടോ. ഇന്ന് രാവിലെ വണ്ടിയുടെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു. അപ്പം വീഡിയോ എടുക്കാനായിട്ട് നടന്നില്ല. അപ്പം നമ്മുടെ അക്കൂസിനെ കൊടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. അക്കൂസിനെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത്രേ ഈ ഒരു കാര്യം പറയാനായിട്ട് വന്നു കേട്ടോ. ഞാനെല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമല്ലോ, അപ്പോൾ ഇതും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞപ്പം ആരൊക്കെയോ പറഞ്ഞായിരുന്നു സാരമില്ല പോട്ടെ സാഹചര്യം കൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് തീരുമാനം മാറ്റിയായിരുന്നു നിങ്ങളോടും കൂടി പറയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് വന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.